ഹായ് ഹലോ വീണ്ടും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഈ താഴ്വരയിൽ ഈ കണ്ണിൻ്റെ ഈ താഴെയൊക്കെ നമുക്കൊരു കറുത്ത വലയം കൊടുത്തിട്ടുണ്ടാകും. അവിടെയൊക്കെ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ലെവലിൽ അങ്ങനെ നല്ല നമ്മുടെ ഫേസിൻ്റെ ഒരു സൗന്ദര്യം തന്നെ പോകുന്ന രീതിയിൽ ബ്ലാക്ക് ആയിട്ടുള്ള നിറം കൊടുത്തിട്ട് അവിടെ ഡാർക്ക് സൈക്കിളും പിന്നെ കറുപ്പും ഒക്കെ ഉള്ള ഒരു ലെവലിലുണ്ടാകും. അത് വരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ തൊലിയുടെ മെലാനിൻ അധികമാകുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ടിപ്പാണ് ഇപ്പോൾ ഇടുന്നത്. നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എന്നും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ. വെറുതെ നീക്കി പോകേണ്ട, ഒരു സബ്സ്ക്രൈബ് അല്ലേ കൊടുത്തേക്ക്. അതുവഴി ആരെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഉപകാരപ്രദമായവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടാറില്ല. എല്ലാ വീഡിയോസും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാറാണ് പതിവ്. ഞാനൊരു 5, 6, 7 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്നും നീട്ടി പോകാറില്ല. അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ, പൊട്ടാറ്റോ, അപ്പോൾ അത് നല്ലവണ്ണം തൊലി കളഞ്ഞെടുത്തിട്ട് ചീസ് പരുവത്തിൽ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഒന്നിൽ ഇടികല്ലിൽ അല്ലെങ്കിൽ ജാറിലോ ഏതിലെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കണം. അതിൻ്റെ നല്ല കറക്റ്റായിട്ടുള്ള അതിൻ്റെ ചാറ് കിട്ടണം. കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ചാറ് മാത്രം എടുക്കുക. അതെടുത്തിട്ട് നമ്മുടെ നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ട് ആ ചാറ് ഒരു കോട്ടണിലോ എന്തെങ്കിലും തൊട്ടിട്ട് നമ്മുടെ ആ കണ്ണിൻ്റെ വലയത്തിലേക്ക് ഒന്ന് തൊട്ട് കൊടുക്കുക. ആ കണ്ണിൻ്റെ വലയത്തിലേക്ക് തൊട്ട് കൊടുത്തിട്ട് 15 മിനിറ്റിന് ശേഷം അത് കഴുകി കളയുക. ആ ഉരുളക്കിഴങ്ങിൽ നമുക്ക് കെറ്റാച്ചിൻ ഫ്ലൂയിനൈഡ് എന്ന സാധനം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കണ്ണിൻ്റെ കറുപ്പ് പോകാൻ ഒരുപാട് സഹായകമാകുന്നു. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ കറുപ്പ് പോകാൻ വളരെ ഉപകാരമായിട്ടുള്ള കെറ്റാച്ചിൻ ഫ്ലൂയിനൈഡ് ഉള്ള കാര്യം നിങ്ങളാരും മറക്കണ്ട. ഉപകാരപ്രദമാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനും മറക്കണ്ട, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അവരോടൊരു സബ്സ്ക്രൈബ് കൂടെ പറഞ്ഞേക്കണേ.